മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുന്നതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് മിവി എന്ന് പറയുന്നത്. ധാരാളം ഇയർബഡുകളും അതുപോലെ സൗണ്ട് ബാറുകളൊക്കെ നമ്മൾ അവരുടേതായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് മിവി അവരുടെ ഫോർട്ട് ക്യൂ സീരീസിലുള്ള കുറേ സൗണ്ട് ബാറുകൾ, അതായത് 4499 രൂപ മുതൽ 14,499 രൂപ വില വരെയുള്ള, അതായത് 500 വാട്ട് ഔട്ട്പുട്ട് വരെയുള്ള സൗണ്ട് ബാറുകൾ അവർ വിപണിയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ലഭിച്ചിരിക്കുന്നത് 350 വാട്ടിൻ്റെ ഫോർട്ട് ക്യൂ 350 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് മിവിയുടെ ഫോർട്ട് ക്യൂ 350 ആണ്. ഇന്ന് പൊതുവെ എല്ലാവരും 55 ഇഞ്ചിൻ്റെയൊക്കെ ടി വിയാണ് വാങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വലിയ ടി വി വാങ്ങുന്നവർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടൊക്കെ ഉള്ള ഒരു സൗണ്ട് ബാർ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പാക്കേജിന് പുറത്തതായി ഇത്തരത്തിലൊരു QR കോഡ് കാണാം. വാറണ്ടിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതി എന്നാണ് കമ്പനി പറയുന്നത്. രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പാക്കേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള നീളമേറിയ ഒരു സൗണ്ട് ബാർ, പിന്നെ സബ് വൂഫർ, ഒരു റിമോട്ട്, പിന്നെ റിമോട്ടിലിടാനുള്ള ബാറ്ററി, ഓഡിയോ കേബിൾ, യൂസർ മാനുവൽ, പിന്നെ 24 വോൾട്ടിൻ്റെ ഇതിൻ്റെ അഡാപ്റ്റർ. ഇത്രയുമാണ് പാക്കേജിൽ നമുക്ക് കിട്ടുന്നത്. 55 ഇഞ്ച് വരെയൊക്കെ വലുപ്പമുള്ള ടി വികൾക്ക് താഴെയായിട്ട് വയ്ക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സൗണ്ട് ബാറാണിത്. മുകളിലായിട്ട് ഇത്തരത്തിലുള്ള മെറ്റൽ മെഷുകളാണ്. അതുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ 4 സർക്കിളുകൾ ഇതുപോലെ പഞ്ച് ചെയ്ത് ഉയർത്തിയിരിക്കുന്നത് കാണാം. ഈ 4 എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 4 സ്പീക്കറുകളുണ്ട്. അപ്പോൾ അതാണ് 4 ഡ്രൈവറുകൾ. ഇവിടെ നമുക്ക് മിവി എന്ന ബ്രാൻഡിങ് കാണാം. അത് ഫ്രണ്ട് സൈഡിൽ സെൻറ്ററിലായിട്ട്, വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ചൊന്നും പ്രിൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി മുകൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 4 കൺട്രോളുകളുണ്ട്. ഈ 4 കൺട്രോളുകൾ ഒരു റബ്ബർ ഫ്ലാപ്പിന് മുകളിലായിട്ട് വച്ചിരിക്കുന്നു. ഇവിടെ പവർ, ഇൻപുട്ട്, വോളിയം പ്ലസ് മൈനസ്, അതാണ് ഈ 4 കൺട്രോളുകൾ. അപ്പം മിവിയുടെ ബ്രാൻഡിങ്ങിന് അടുത്തായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. അത് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ നമ്മൾ ട്രബിളൊക്കെ കൂട്ടുന്ന സമയത്ത് ജസ്റ്റ് കാണാൻ വേണ്ടി ഒരു ചെറിയ ഡിസ്പ്ലേ, അത്രേ ഉള്ളൂ. അത്രയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ആയിട്ട് കാണാവുന്നത്. ഇനി പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഫ്രണ്ടിൽ ഫുള്ള് ആ ഒരു മെറ്റൽ മെഷുകളും ബാക്ക് സൈഡിൽ മാത്രം ഗ്ലോസി ആയിട്ടുള്ള ഭാഗം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് HDMI ഇൻപുട്ട് ഉണ്ട്, അത് ARC സപ്പോർട്ടുള്ളതാണ്. അതുപോലെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്, കൊയാക്സിയൽ ഇൻപുട്ട് ഉണ്ട്, ഓക്സ് ഇൻപുട്ട് ഉണ്ട്, പിന്നെ USB സ്റ്റോറേജ് കണക്ട് ചെയ്യാം. ഇതുകൂടാതെ നമ്മൾക്ക് DC അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട്. ഇത്രയുമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഇത്തരത്തിലൊരു സബ് വൂഫർ കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സബ് വൂഫറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയർലെസ് ആണ്. നമ്മൾ ജസ്റ്റ് പവർ ലൈൻ മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ, അപ്പോൾ നമുക്ക് ടി വിയുടെ ഫ്രണ്ടിൽ തന്നെ ഇത് വെക്കണം എന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് ദൂരെ വീടിൻ്റെ സൈഡിൽ മറ്റൊരു മൂലക്കൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണാക്കുന്ന സമയത്ത് തന്നെ ഓട്ടോ പെയർ ആയിക്കോളും. ഇനി എന്തെങ്കിലും കാരണത്താൽ അൺപെയർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന് പുറകിലൊരു ചെറിയ സ്വിച്ച് കാണാം. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരസ്പരം പെയർ ആയിക്കോളും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ നമുക്ക് സെറ്റിങ്സിൽ ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് നമ്മൾ സെറ്റിങ്സുകളൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 350 വാട്ടാണ് കമ്പനി ഔട്ട്പുട്ട് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് 2.25 ഇഞ്ചിൻ്റെ 4 സ്പീക്കർ, 4 ഡ്രൈവറുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ സൗണ്ട് ബാറിൽ. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന്. ഇത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെന്തായാലും ഇതിൻ്റെ ഈ ഒരു റിമോട്ടിൻ്റെ ഫംഗ്ഷൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ റിമോട്ടിൽ നമുക്ക് ബേസും ട്രബിളും നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഡെഡിക്കേറ്റഡ് ബട്ടണുകളുണ്ട്. ഇപ്പോൾ ഇടത് സൈഡിലായിട്ട് നമുക്ക് ട്രബിളിൻ്റെ കൺട്രോളുകൾ കാണാം, വലത് സൈഡിലായിട്ട് ബേസിൻ്റെ കാണാം. അപ്പോൾ പ്ലസും മൈനസും നമുക്കവിടെ ഉപയോഗിക്കാം. ഇത് കൂടാതെ 4 ഇക്വലൈസർ മോഡുകളുണ്ട്. അപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ പാട്ടിലെ ട്രബിളും ബേസും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ശബ്ദവും ആസ്വദിക്കുന്നതിനായിട്ട് നമുക്ക് മ്യൂസിക് എന്ന മോഡുണ്ട്. ഇനി നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഒരു വെർച്വൽ സറൗണ്ട്, ഒരു സിനിമാറ്റിക് എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മൂവി എന്ന മോഡുണ്ട്. അതേസമയം നമുക്ക് ഇനി ഒരു ന്യൂസാണ് കാണേണ്ടതെങ്കിൽ ആ സമയത്ത് ഇതിനൊന്നും BGMനൊന്നും ഒരു പ്രാധാന്യമില്ല. നമ്മുടെ ആ സംസാരം അല്ലെങ്കിൽ ഡിബേറ്റിൽ ഒച്ചപ്പാട് മാത്രമാണ് കേൾക്കേണ്ടത്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വോക്കൽ ശബ്ദം കൂട്ടിത്തരും. പിന്നെ ഇത് കൂടാതെ 3D എന്നും പറഞ്ഞ ഒരു ഹാളിൽ നിന്നും വരുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു എഫക്റ്റ് വരുന്ന മറ്റൊരു മോഡ് കൂടിയുണ്ട്. അങ്ങനെ 4 മോഡുകളാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മ്യൂസിക് മോഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മ്യൂസിക് മോഡ്. ഇപ്പോൾ ഫുൾ വോളിയമാണ്. നല്ല രീതിയിലുള്ള ബേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രബിളും ഷാർപ്പ്നെസ്സൊക്കെ കൂടിയ തരത്തിലുള്ള ഒരു വോക്കലും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. നല്ല രീതിയിൽ കുഴപ്പമില്ല.
ഇപ്പോൾ നമ്മൾ കേട്ടത് മ്യൂസിക് മോഡിലാണ്. അപ്പോൾ ഞാനിപ്പോൾ വെച്ച ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തിയാനാണ്. ഭക്തിയാനൊക്കെ ഇപ്പോൾ ഈ ലെവലിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ബേസ് എഫക്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത മോഡ് വെച്ച് നോക്കാം. അതായത് ഇതേ പാട്ട് തന്നെ നമുക്കൊന്ന് ഒരു മൂവി മോഡിൽ വെച്ച് നോക്കാം. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാം അവിടെ ട്രബിൾ ഇത്തിരി കുറവാണ്, ബേസ് അതേസമയം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചെറിയൊരു മുഴക്കം കൂടുതലുണ്ട് ചെറുതായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെയും മൂവിയുടെയും മോഡ് ഈ പാട്ടിനിടയിൽ തന്നെ മാറ്റാം. അപ്പോൾ ആ ഒരു ശബ്ദത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മ്യൂസിക് മോഡ്, മൂവി മോഡ്. അപ്പോൾ ആ രണ്ട് മോഡ് തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അപ്പോൾ എന്തായാലും രണ്ടിലും നല്ല ബേസ് ഉണ്ട്, പക്ഷേ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ ചേഞ്ച് വരും അവിടെ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ന്യൂസ് മോഡും 3D മോഡും ഒക്കെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സമയത്ത് ഞാൻ ഇത്തിരി വോക്കൽ കൂടുതലുള്ള ഒരു മലയാളം കവർ സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. മ്യൂസിക് മോഡ്. ഇപ്പം മ്യൂസിക് മോഡാണ്. മൂവി മോഡ്, മൂവി മോഡാണ്. ഇനി നമ്മൾ ന്യൂസ് മോഡ്. ന്യൂസ് മോഡ്. ഇവിടെ മ്യൂസിക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡൗൺ ആയി ന്യൂസ് മോഡില്. ഇനി നമ്മൾ 3D മോഡിലേക്ക് ആക്കിയാണ്. 3D മോഡിൽ 3D മോഡ് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവില്ല, ഡിസ്പ്ലേ മാത്രം മാറുള്ളൂ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു മോഡുകളുടെ എഫക്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലായി കാണും. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാൻ മ്യൂസിക് മോഡ് തന്നെയാണ് സൂപ്പർ. മ്യൂസിക് മോഡ്. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഒരു സംശയമില്ല. മീവി എന്ന ബ്രാൻഡിനെ കുറിച്ച് നമുക്കറിയാം. മീവി എന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. നമുക്ക് നല്ലൊരു അടിപൊളി ഫാക്ടറി, പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെയാണ് ഒരു പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത്, അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൗണ്ട് ബാറിൽ HDMI ARC ഒക്കെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഡോൾബി അറ്റ്മോസ് അല്ലെങ്കിൽ ഡോൾബി ഓഡിയോ ഒന്നുമില്ല, ഒരു നോർമൽ ഇതാണ്. പക്ഷേ എന്നാലും ക്വാളിറ്റിയിൽ ഒന്നും നമുക്ക് കുറവൊന്നുമില്ല. ഇത് ഡോൾബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ല, എന്നാൽ സൗണ്ടിൽ ക്വാളിറ്റിയിലൊന്നും കുറവ് തോന്നുന്നില്ല. ഇതിന് വില ലോഞ്ചിങ് ഓഫർ എന്ന രീതിയിൽ എന്തോ പറയുന്നുണ്ട്, പക്ഷേ 12,999 ഇതിൻ്റെ റെഗുലർ പ്രൈസ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു 500 രൂപയോളം വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. പിന്നെ ഇതിൻ്റെ തന്നെ 500 വാട്ടിൻ്റെയും അവർ പുറത്തിറക്കിയിട്ട് നമുക്ക് തന്നേക്കുന്നത് 350 വാട്ടിൻ്റെ വരും. അപ്പോൾ എന്തായാലും നല്ലൊരു ക്വാളിറ്റിയാണ്. വാങ്ങണം എന്നുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. 1 വർഷമാണ് കമ്പനിന് വാറണ്ടി നൽകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി തോന്നുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.